ഹായ് ഫ്രണ്ട്സ്, ബിബീസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെ ഇത്രയും ദിവസം ഓരോ കറികളൊക്കെ ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് നാലുമണി പലഹാരം ഉണ്ടാക്കിയാലോ? കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടും. അത്ര രുചികരമായൊരു നാലുമണി പലഹാരമാണേ. നമ്മുടെ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാനോ കാണാൻ ശ്രമിക്കണേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോകാം. ഇതിനാവശ്യമായ സാധനം എന്ന് കഴിഞ്ഞാൽ ഒരു 6 കഷ്ണം ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ ടിന്ന് മിക്സ്ഡ് ഫ്രൂട്ട് ജാമ്, പിന്നെ ഒരു ചെറിയ ഏത്തപ്പഴം ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ അല്പം മൈദാമാവ്. നമുക്കേ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ 4 സൈഡും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. നമുക്ക് ബാക്കിയിരിക്കുന്ന ബ്രെഡിനൊക്കെ ഒന്ന് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി വെക്കാവേ. നമ്മൾ 6 പീസ് ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ. നമുക്കൊന്ന് ആവശ്യത്തിന് മൈദ ഇട്ട് കൊടുക്കാവേ. ഓക്കെ, ഇത് മതി. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ലേശം മഞ്ഞപ്പൊടിയും കൂടി ചേർത്തിട്ടേ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്തിട്ട്, ഒത്തിരി ലൂസാകണ്ട, കട്ടയില്ലാതെ നല്ല രീതിയിൽ ഇത് കലക്കി എടുത്തിട്ടുണ്ടേ. ഇത് നമുക്ക് മാറ്റി വെക്കാവേ. നമുക്കിനി ബ്രെഡിലോട്ട് ജാമ് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പീസ് ഏത്തക്ക എടുത്ത്, പഴുത്ത ഏത്തപ്പഴമാണേ, ഇതെടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് വെച്ച് മടക്കാം. നമുക്കിനി എല്ലാം ചെയ്തിട്ട് വരാവേ. ബ്രെഡിൻ്റെ പീസിലെല്ലാം ജാമ് തേച്ചിട്ട് നടുക്ക് ഏത്തക്കായുടെ ചെരിച്ചരിഞ്ഞേക്കുന്ന പീസ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നടുവെ ഇങ്ങനെ കോണിച്ചൊന്ന് മുറിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട്, ഇതുണ്ടോ, ഇതുപോലെ ഈ ഷേപ്പിൽ. ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞുരുളി വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. എന്നിട്ട് അതിൻ്റെ അകത്തിട്ട് നമുക്ക് ഇതിൽ മുക്കി അതിൻ്റെ അകത്തിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. നമ്മൾ ഉരുളി വെച്ചിട്ടുണ്ടേ, ഫ്ലെയിം ഓൺ ചെയ്യുകയാണേ. ഉരുളി ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. വെളിച്ചെണ്ണയാണേ. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവേ. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവേ. രണ്ടെണ്ണം വെച്ചാണ് ഇട്ടെടുക്കുന്നത്, കാരണം കുറച്ച് എണ്ണയേ ഉള്ളൂ, അതുകൊണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റാവേ. നമുക്ക് അടുത്ത് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മളെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടേ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. നോക്കിയേ എന്നാ സോഫ്റ്റാണെന്നറിയോ. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ, ഷെയർ ചെയ്യണം, കമൻറ്റ്സ് അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.